രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ചേഞ്ച് ഈസ് നോട്ട് ഈസി. ഇപ്പം ഞാൻ വിചാരിക്കുകയാണ് എനിക്ക് ഷിജോയെ മാറ്റമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും എനിക്ക് മാറ്റാൻ സാധിക്കില്ല. അതുകൊണ്ട് പലപ്പോൾ റിലേഷൻഷിപ്പിൽ ഈ പ്രശ്നം ഉണ്ടാകുന്നത്. ഭാര്യ വിചാരിക്കും ഭർത്താവിനെ മാറ്റാം, ഭർത്താവ് വിചാരിക്കും ഭാര്യയെ മാറ്റാം, അധ്യാപകർ വിചാരിക്കും പിള്ളേരെ മാറ്റാം, പിള്ളേർ വിചാരിക്കും ടീച്ചറെ മാറ്റാം. ഒരിക്കലും അത് സാധിക്കില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആഗ്രഹിക്കുകയാണ് എനിക്ക് മാറണം ആ ചിന്ത ഇല്ലാത്തത്രയും കാലം നമുക്ക് ആരെയും മാറ്റാൻ സാധിക്കില്ല. ഒരു ഭാര്യ വന്ന് പറയുകയാണ് എൻ്റെ റിലേഷൻഷിപ്പ് പ്രശ്നമാണ്, എനിക്ക് നന്നാക്കണം. അല്ലെങ്കിൽ ഭർത്താവ് പറയുകയാണ് ഭാര്യയോട് നമ്മുടെ റിലേഷൻഷിപ്പ് പ്രശ്നത്തിലാണ്, നമുക്കൊരു കൺസൾട്ടൻറ്റിനെ കണ്ട് മെൻറ്ററെ കണ്ട് പരിഹരിക്കണം. അല്ലെങ്കിൽ എൻ്റെ ബിസിനസ് മോശത്തിലാണ്, എനിക്ക് നന്നാക്കണം. അത് അംഗീകരിക്കാത്തത്രയും കാലം നമുക്കൊരിക്കലും, അതുകൊണ്ട് ഞാൻ ആദ്യം പറഞ്ഞത് ഇതൊക്കെ ഞാൻ ട്രൈ ചെയ്തതാണ്, ആളെ നമുക്ക് ഒരിക്കലും സഹായിക്കാൻ പറ്റില്ല. ഇതൊക്കെ എനിക്ക് അറിയാവുന്ന കാര്യമാണ്, ഒരിക്കലും നമുക്ക് സഹായിക്കാൻ സാധിക്കില്ല. അല്ലെങ്കിൽ പറയും, പല ബിസിനസ് പറയുന്ന കാര്യമാണ്, നിങ്ങളുടെ ബിസിനസ്സെ കുറിച്ച് എൻ്റെ ബിസിനസ്സെ നിങ്ങൾക്ക് അറിയില്ല, ഈ ബിസിനസ്സിൽ ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ, നമുക്കതൊന്നും സഹായിക്കാൻ സാധിക്കില്ല. ഇതെല്ലാം ഒരു മെൻ്റൽ പ്രോസസ്സാണ്, ഒരു മെൻ്റൽ തോട്ട് പ്രോസസ്സാണ്, ആ പാറ്റേണാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് മാറ്റേണ്ടതാണ്. ഇത് വളരെ വളരെ ഡെപ്തായിട്ടും സംസാരിക്കേണ്ട കാര്യമാണ് ഐഡൻറ്റിറ്റി ഷിഫ്റ്റ് എന്ന് പറയുന്നത്. ഇത് മാറിയാൽ നമുക്ക് വളരെ ഉയരത്തിലേക്ക് പറന്നു പോകാൻ സാധിക്കും. നമുക്ക് വേണമെങ്കിൽ തീരുമാനം, നിങ്ങൾക്ക് കഴുകനായി വീണ്ടും ചിറകുകൾ മാറ്റിക്കൊണ്ട് ചുണ്ടുകൾ മാറ്റിക്കൊണ്ട് ഇനിയും അടുത്ത 40 വർഷം അല്ലെങ്കിൽ അടുത്ത ജീവിതത്തിൻ്റെ അടുത്ത ഭാഗം മുന്നോട്ട് കൊണ്ടുപോകണമോ, അതെയോ നിങ്ങൾക്ക് ഒരു ചത്ത കഴുകനായി നിങ്ങളുടെ ജീവിതം അവസാനിപ്പിക്കണമോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് വയസ്സായി നിങ്ങൾ രാജ്യം മരിക്കും. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ ആ ഒരു ഐഡൻറ്റിറ്റി ഷിഫ്റ്റ് പാരഡിയം ഷിഫ്റ്റ് അല്ലെങ്കിൽ ഐഡൻറ്റിറ്റി ചേഞ്ച് ചെയ്യുന്നൊരവസ്ഥ നിങ്ങൾ എല്ലാവർക്കും ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. പലപ്പോഴും പറയുന്നത് നിങ്ങളുടെ ഡ്രസ്സിങ് സ്റ്റൈൽ നിങ്ങൾ മാറ്റണം, തോട്ട് പ്രോസസ്സ് മാറ്റണം, നടത്തത്തിൻ്റെ സ്റ്റൈല് മാറ്റണം, നമ്മൾ സംസാരിക്കുന്ന ആളുകളെ മാറ്റണം, കൂട്ടുകാരെ മാറ്റണം. ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതാണ് നമ്മുടെ പലപ്പോഴും പല ആളുകളും പുതിയ ഗോൾസിൽ ലക്ഷ്യം വെക്കും, വലിയ ബിസിനസ് സെറ്റ് ചെയ്യുന്ന ആഗ്രഹിക്കും, അല്ലെങ്കിൽ പണം ഉണ്ടാക്കുന്ന ആഗ്രഹിക്കും, വീണ്ടും പഴയ കൂട്ടുകാരുടെ അടുത്തേക്ക് പോകും. പഴയ തോൽവിയുള്ള അല്ലെങ്കിൽ വീണ്ടും അഡൾട്ട് കണ്ടൻറ്റുകൾ കണ്ടുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ വീണ്ടും പഴയ സോഷ്യൽ മീഡിയയിലെ കാര്യം കണ്ടുകൊണ്ടിരിക്കും. പിന്നെ അത് 3-4 ഫാക്ടേഴ്സ് ഉണ്ട്. തോട്ട്സ് വളരെ പ്രധാനപ്പെട്ടതാണ്. തോട്ട്സ് എന്താണ് ചിന്തിക്കുന്നത്, ഇമോഷൻസ് എന്താണ്, നിങ്ങൾ വികാരം എന്താണ്. ഇപ്പോൾ പണം ഉണ്ടാകാൻ ആഗ്രഹിക്കുന്ന ആൾ പണത്തെക്കുറിച്ച് ഫ്രസ്ട്രേറ്റഡ് ആകാൻ ഒരിക്കലും പണം ഉണ്ടാകുകയില്ല. ഈ റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു പാർട്ട്ണർ വേണമെന്ന് ആഗ്രഹിക്കുന്ന ആൾ ഒട്ടും റൊമാൻസ് ഇല്ലാത്ത, ലവ് ഇല്ലാത്തതാണെങ്കിൽ അദ്ദേഹത്തിന് ആ റൊമാൻറ്റിക് പാർട്ട്ണർ അട്രാക്ട് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ നമ്മൾ എപ്പോഴും എന്താണോ ഫീൽ ചെയ്യുന്നത് അതാണ് നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ട കാര്യം. നാം ആരാണെന്ന് മനസ്സിലാക്കണമെങ്കിൽ നമ്മുടെ തോട്ട്സിനെ ചിന്തിച്ചാൽ മതി. എന്താണ് ചിന്തിക്കുന്നത്? നിങ്ങളെപ്പോഴും സ്ട്രെസ് ആയിട്ടിരിക്കുന്നതിൻ്റെ അർത്ഥം യു ആർ ഈക്വൽ ടു സ്ട്രെസ്. എപ്പോഴും നിങ്ങൾ ടെൻസ്ഡ് ആയി യു ആർ ഈക്വൽ ടു ടെൻസ്ഡ്. അപ്പോൾ അത് ഐഡൻറ്റിഫൈ ചെയ്താൽ മാത്രമേ നമുക്ക് മാറ്റാൻ പറ്റുള്ളൂ. ഇനി ഇമോഷൻസ് പറഞ്ഞു, തോട്ട്സ് പറഞ്ഞു, ആക്ഷൻസ് വളരെ പ്രധാനപ്പെട്ടാണ്. മൈൻഡ്, ഇത് 4 ഫാക്ടേഴ്സ് നമുക്ക് ആ 4 ലെയറിലൂടെ കടന്നുപോയി നമുക്ക് ഷിഫ്റ്റ് വരുത്തേണ്ട ആവശ്യമാണ്. ഇങ്ങനെ കുറേ മേഖലകൾ നമ്മൾ ചെയ്യുന്നത്. അതാണ് ഹൈ പെർഫോമൻസ് ഈസ് നോട്ട് എ സ്പ്രിൻറ്റ്, ഇറ്റ്സ് എ മാരത്തൺ എന്ന് പറയും. ഒരിക്കലും എൻ്റെ അടുത്ത് ഒരാൾ ചിന്തിക്കല് നാളെ ഹൈ പെർഫോമർ ആകാമെന്നുള്ളത്. അത് വളരെ നാളുകളുടെ ശ്രമങ്ങളുടെ ഭാഗമായി നിങ്ങൾ ഒരു നാൾ തിരിച്ചറിയും, നിങ്ങൾ വലിയൊരു ജേതാവായി മാറിക്കഴിഞ്ഞു, വലിയൊരു മാറ്റം നിങ്ങൾ നേടിക്കഴിഞ്ഞാണ്. ഞാൻ ഏകദേശം 16 പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. യൂട്യൂബിൽ തന്നെ ഏകദേശം 1500 വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. ഏകദേശം 25 ഇൻ്റർനാഷണൽ ലെവലുള്ള ഹൈലി റെക്കഗ്നൈസ്ഡ് പബ്ലിക്കേഷൻ ചെയ്തിട്ടുണ്ട്. ഇതൊന്നും ഒരിക്കലും ഉണ്ടായിട്ടുള്ള കാര്യമല്ല. ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുമ്പോഴും ഞാൻ പല പ്രാവശ്യം ചിന്തിച്ചിട്ടുണ്ട്, ഇതെന്തിനാണ് ചെയ്യുന്നത്? എൻ്റെ കയ്യിൽ ധാരാളം പൈസ മുടക്കുന്നു, ക്യാമറ അല്ലെങ്കിൽ ഷൂട്ടിങ്ങിന് കൊടുക്കുന്നു, എന്തിനു ചെയ്യണം? എപ്പോഴും നാം മനസ്സിലാക്കേണ്ടത് റിസൾട്ട് മോശമാണെങ്കിൽ കൂടെയും കണ്ടിന്യൂ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അതാണ് പ്രധാനപ്പെട്ട കാര്യം. നമ്മളുടെ വീഡിയോ ആരും കാണുന്നില്ലായിരിക്കാം, പക്ഷെ നമ്മൾ ചിന്തിക്കേണ്ടത് എങ്ങനെ എനിക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ എൻ്റെ ആദ്യത്തെ വീഡിയോ കണ്ടാൽ പലരും കഴിഞ്ഞ ദിവസം ചില ആൾ സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു വളരെ മോശമായിട്ടുള്ള സ്റ്റാൻഡേർഡാണ്. ഇപ്പോൾ വളരെയധികം കോണ്ടൻറ്റ് ഇമ്പ്രൂവായി, ഡെലിവറി ഇമ്പ്രൂവായി, അതല്ലെങ്കിൽ അതിൻ്റെ അറ്റയറും ഒപ്പം തന്നെ ബാക്ക്ഗ്രൗണ്ടും ഇമ്പ്രൂവായി. ഇതാണ് നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ടത്. നമ്മൾ റിസൾട്ട് ഉണ്ടാകുന്നില്ല എന്ന് വെച്ച് നമ്മൾ മാറിപ്പോകാതെ എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാം. അപ്പോൾ അതിനു മുമ്പ് വെറുതെ ഒരു മേഖലയിൽ പോയി നമ്മൾ കൈവയ്ക്കല്. ചിലപ്പോൾ നമ്മൾ ഇപ്പോൾ സങ്ക് കോസ്റ്റ് എന്ന് വെച്ചാൽ പല ആളുകൾക്ക് പ്രശ്നമാണ്, ഞാൻ കുറേ പൈസ ഇൻവെസ്റ്റ് ചെയ്തു, അതുകൊണ്ട് ഇനിയും ഇതിൽ തന്നെ തുടരാം. ഒരു ബിസിനസ് ഒട്ടും ഫീസിബിൾ അല്ലാത്ത വിജയിക്കാൻ സാധ്യത ബിസിനസ് ചെയ്തുകൊണ്ട് അത്രയും പൈസ ഇൻവെസ്റ്റ് ചെയ്തു, അതുകൊണ്ട് എനിക്ക് ഇനിയും അത് തുടരാമെന്ന് വിചാരിക്കുന്ന ആളുകളുണ്ട്. അത് റോങ് ഫാലസിയാണ്. നമ്മൾ അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങൾ നിശ്ചയം പ്രോപ്പറായി കണ്ടെത്തി കഴിഞ്ഞാൽ നിങ്ങൾ റിസൾട്ട് ഉണ്ടാകുന്നത് വരെ വർക്ക് ചെയ്യണം.
റിസൾട്ട് ഇല്ലെങ്കിൽ കൂടെയും റിട്ടേൺസ് ഇല്ലെങ്കിൽ കൂടെയും കണ്ടിന്യൂ ചെയ്യാൻ സാധിക്കുന്നതാണ് യഥാർത്ഥ ഹൈ പെർഫോമർ മൈൻഡ് സെറ്റ്. ഇടയ്ക്ക് നിർത്തിപ്പോകുന്നതല്ല ഹൈ പെർഫോമർ മൈൻഡ് സെറ്റ്. ഇത് വളരെ പ്രധാനപ്പെട്ട, അതിനെല്ലാം നമുക്ക് ഈ പറയുന്ന മൈൻഡ് സെറ്റ് മാസ്റ്റർ ഉണ്ടാകേണ്ടത്, ഐഡൻറ്റിറ്റി ഷിഫ്റ്റ് ഉണ്ടാകേണ്ടത് വളരെ ആവശ്യമാണ്. ഈ തിസീസിയൻസിൻ്റെ കപ്പൽ എന്ന് പറയുന്ന ഒരു ആശയമുണ്ട്. തിസീസിയൻസിൻ്റെ കപ്പൽ, അത് നമുക്ക് വളരെയധികം ഹൈ പെർഫോമൻസ് അഡോപ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഈ ഐഡൻറ്റിറ്റി ഷിഫ്റ്റിൻ്റെ ഭാഗമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. അപ്പോൾ ഈ കപ്പലിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇദ്ദേഹം കപ്പലിൽ ഏത് ഭാഗം കേടുവന്നാലും ഉടനെ റിപ്പയർ ചെയ്യും. ഇപ്പോൾ ഒരു പലകയാണ് കേടായെങ്കിൽ അതിന് പകരം പുതിയത് വെക്കും. ഒരു മെഷീൻ്റെ സ്ക്രൂ ആണ് പോയതെങ്കിൽ അതിന് പകരം പുതിയത് വെക്കും. അപ്പോൾ അദ്ദേഹം അതിനെക്കുറിച്ച് പറയുന്നത് ഇറ്റ് ഈസ് ഓൾവേസ് ബ്രാൻഡ് ന്യൂ, എപ്പോഴും ഇത് പുതിയതായിട്ടാണ് ഇരിക്കുന്നതെന്ന് അദ്ദേഹം പറയും. ഇതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം ഹൈ പെർഫോമൻസ് എന്ന് പറയുന്നത് മെയിൻ്റനൻസ് ആവശ്യമുള്ള കാര്യമാണ്. സിസ്റ്റം ബിൽഡ് ചെയ്ത് തന്നെയും മെയിൻ്റനൻസ് ആവശ്യമുള്ള കാര്യമാണ്. എപ്പോഴും എവിടെയാണ് മിസ്റ്റേക്ക് വരുത്തുന്നതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവിടെ ആ സിസ്റ്റത്തെ പുതിയതായി റീപ്ലേസ് ചെയ്യേണ്ടത്. അവിടെയാണ് നാം ഉപയോഗിക്കുന്ന മൈക്രോ റിവ്യൂ സിസ്റ്റം എന്ന് പറയുന്നത്. ഡെയിലി റിവ്യൂ ചെയ്യുകയാണ്, മന്ത്ലി റിവ്യൂ ചെയ്യാണ്, വീക്ക്ലി റിവ്യൂ ചെയ്യാണ്. അത് സെൽഫായിട്ടുള്ള ജേർണലിലൂടെ റിവ്യൂ ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ മെൻറ്റർ വഴി റിവ്യൂ ചെയ്യാൻ സാധിക്കും. ഈ ഒരു തിസീസിയൻ്റെ കപ്പൽ എന്ന് പറയുന്ന ആശയം ഹൈ പെർഫോമർ എപ്പോഴും ചിന്തിക്കേണ്ട ആവശ്യമാണ്. പലപ്പോഴും ആൾ കുറേ യാത്ര ചെയ്ത ശേഷം മനസ്സിലാക്കുന്നത് എവിടെയൊക്കെ എന്തെല്ലാമോ മിസ്സിംഗ് ആയി പോയിട്ടുണ്ട്, എവിടെയൊക്കെ എന്തെല്ലാമോ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. എത്രമാത്രം റിവ്യൂ ഉണ്ട്. അപ്പോൾ നമ്മളിതിനകത്ത് കൊടുക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ആദ്യം ആളുകളുടെ നിഷ് ഏരിയ കണ്ടെത്തും, ഫോക്കസ് ചെയ്യാനായിട്ട് സഹായിക്കും, മൈക്രോ ഹാബിറ്റുകൾ നമ്മൾ സജസ്റ്റ് ചെയ്യും. പിന്നീട് മൈക്രോ തലത്തിൽ റിവ്യൂ ചെയ്യാനുള്ള ടെംപ്ലേറ്റ് കൊടുക്കുകയാണ്. പലർക്കും അറിയില്ല എങ്ങനെ റിവ്യൂ ചെയ്യേണ്ടതെന്ന് ആർക്കറിയില്ല. ഏറ്റവും കൂടുതൽ ആൾക്കാർ സ്ട്രഗിൾ ചെയ്യുന്നത് അങ്ങനെയാണ്. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന റിവ്യൂ സിസ്റ്റം ഇവർ ഫോളോ ചെയ്തിട്ടാണ് ഇവർ അത് ഡെയിലി റിവ്യൂ ചെയ്തു പോകുന്നത്. അപ്പോൾ എപ്പോഴും പുതുക്കുവാനായിട്ട്, എപ്പോഴും മിസ്റ്റേക്കുകൾ കറക്റ്റ് ചെയ്യാനായിട്ട് സഹായിക്കണം. ഇപ്പോൾ ഒരു വണ്ടി അല്ലെങ്കിൽ മെഷീൻ കുറേ നാൾ തുടർച്ചയായി മെയിൻ്റനൻസ് ഇല്ലാതെ ഓടുകയാണെങ്കിൽ എന്തെങ്കിലും ഷട്ട് ഡൗൺ ആവും. അത് വലിയൊരു കാഷ്വാലിറ്റി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് വളരെ ക്ലിയറായി ഒബ്സർവ് ചെയ്തുകൊണ്ട് നമ്മുടെ പെർഫോമൻസ് റിവ്യൂ ചെയ്യേണ്ടത് വളരെ ആവശ്യമായിട്ടുള്ള കാര്യമാണ്. ഒരു വ്യക്തി ഹൈ പെർഫോമൻസിലേക്ക് അല്ലെങ്കിൽ ഹൈ പെർഫോമർ ആകാൻ ആഗ്രഹിക്കുന്ന സമയത്ത് തന്നെ തീരുമാനങ്ങൾ എടുക്കുന്നതിൽ പലപ്പോഴും പരാജയപ്പെടുന്നുണ്ട്. ഇനി എന്ത് എന്ന നിലയിലൊരു ചോദ്യം വരുന്നു. അപ്പോൾ അതിനെ എങ്ങനെ മറികടക്കാൻ കഴിയും? ആ തീരുമാനങ്ങൾ എടുക്കാനുള്ളൊരു പേടി പലരും നേരിടുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ കൃത്യമായ സമയത്ത് ശരിയായ വ്യക്തമായ തീരുമാനങ്ങൾ എടുക്കുക എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. അതെന്തുകൊണ്ടായിരിക്കും ചില ആളുകൾക്ക് കഴിയാതെ വരുന്നത്? ആ സാഹചര്യങ്ങൾ എങ്ങനെ അവർക്ക് മറികടക്കാൻ കഴിയും? ഇത് വളരെയധികം കണ്ടിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം നമ്മുടെ മെൻറ്റീസിൽ പല ആളുകളും എപ്പോഴും വിളിക്കും, ഡെയിലി എന്നെ പല പ്രാവശ്യം വിളിക്കുന്ന ആളുകളുണ്ട്. കാരണം അവർക്കൊരു ചെറിയ കാര്യങ്ങൾക്ക് പോലും തീരുമാനമെടുക്കാൻ കഴിയാത്ത രീതിയിലുള്ള ആളുകളും പലരും ഉണ്ടാകാറുണ്ട്. അപ്പോൾ ഇത് വീണ്ടും ഞാൻ ആദ്യം പറഞ്ഞ ഐഡൻറ്റിറ്റി ഷിഫ്റ്റിലേക്ക് തന്നെ പോകുന്ന കാര്യമാണ്. തീരുമാനമെടുക്കാനുള്ള കഴിവില്ലാത്തതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് അവരുടെ ഈ പാറ്റേൺസുകൾ അവരെ തടഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇതിനെ ന്യൂറോ പ്ലാസ്റ്റിസിറ്റി എന്നും ഒപ്പം തന്നെ ന്യൂറോ നെറ്റ്വർക്ക് പാത്വേഴ്സ് എന്നെല്ലാം നമ്മൾ പറയാറുണ്ട്. അപ്പോൾ ന്യൂറോ നെറ്റ്വർക്ക് പാത്വേഴ്സ് എന്ന് പറഞ്ഞാൽ എപ്പോഴും നമ്മൾ ഒരു ഡിസിഷൻ എടുക്കേണ്ട സമയം വരുമ്പോൾ നമ്മൾ പെട്ടെന്ന് ചിന്തിക്കുന്നത്, പണ്ട് ഞാൻ തീരുമാനം എടുത്തുകൊണ്ടിരുന്നത് ഞാനല്ല, എൻ്റെ തീരുമാനം എടുത്തുകൊണ്ടിരുന്നത് മാതാപിതാക്കളാണ്. പെട്ടെന്ന് നമ്മൾ അങ്ങനെ, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ മാതാപിതാക്കൾ ഇല്ലായിരിക്കും, അപ്പോൾ നമ്മൾ മെൻറ്ററിലേക്ക് പോകും. അതല്ലെങ്കിൽ നമ്മൾ ഒരു തീരുമാനം എടുക്കേണ്ട സാഹചര്യം വരുമ്പോൾ നമുക്ക് ഭയം, പണ്ട് പരാജയപ്പെട്ടതിൻ്റെ ഓർമ്മയായിരിക്കാം. അപ്പോൾ നമുക്കൊരു എക്സ്റ്റേണൽ വാലിഡേഷൻ വേണം. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഞാൻ എന്തുകൊണ്ട് ഇങ്ങനെ ചിന്തിക്കുന്നു, ഞാൻ എപ്പോഴും എന്തുകൊണ്ട് എൻ്റെ മെൻറ്ററെ വിളിക്കാൻ ശ്രമിക്കുന്നു, എന്തുകൊണ്ട് എൻ്റെ മാതാപിതാക്കളെ വിളിക്കാൻ ശ്രമിക്കുന്നു. ഈ പല റിലേഷൻഷിപ്പിലും ഉണ്ടാകുന്നൊരു പ്രശ്നം ഇത് തന്നെയാണ്. ഒരു ഫാമിലി പ്രശ്നം പറയുമ്പോൾ ഉടനെ മാതാപിതാക്കളെ വിളിക്കുക, ബന്ധുക്കളെ വിളിക്കുക, കൂട്ടുകാരെ വിളിക്കുക. അപ്പോൾ എന്ത് സംഭവിക്കും? ആ ബന്ധം കൂടുതൽ വഷളാകാനുള്ള സാധ്യതയുണ്ട്. ഇതുപോലെ തന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്, നമ്മൾ കോച്ചിനെ അതല്ലെങ്കിൽ നമ്മൾ കൺസൾട്ടൻറ്റിനെ വിളിക്കണം. പക്ഷേ നമ്മൾ ആലോചിക്കുക, എന്തുകൊണ്ട് ഞാൻ ഇങ്ങനെ ഒരു എപ്പോഴും സീക്ക് ഔട്ട് ചെയ്യാൻ ശ്രമിക്കുന്നു, എപ്പോഴും എക്സ്റ്റേണൽ വാലിഡേഷനിലേക്ക് എന്തുകൊണ്ട് പോകാൻ ഞാൻ ശ്രമിക്കുന്നു. അപ്പോൾ ആ പാറ്റേൺ മനസ്സിലാക്കി പാറ്റേണെ കട്ട് ചെയ്യാനായിട്ട്, അതിനെ ബ്ലോക്ക് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കണം. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് മനസ്സിലാക്കേണ്ട കാര്യമാണ്. നമ്മുടെ ബ്രെയിൻ പാറ്റേൺസ് ആ പഴയ രീതിയിൽ, എനിക്ക് വേറൊരാളുടെ സപ്പോർട്ട് വേണം, വേറൊരാളുടെ വാലിഡേഷൻ വേണം, വേറൊരാളുടെ ഒപ്പീനിയൻ കൂടി കേൾക്കണം ഏത് ചെറിയ കാര്യത്തിനും എന്നുള്ളത്. നമ്മൾ ഹെലികോപ്റ്റർ പേരൻറ്റിംഗ് എന്നൊരു ആശയമുണ്ട്. വളരെ ചെറുപ്പത്തിൽ മുതൽ പേരൻസാണ് എല്ലാം തീരുമാനിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ചിലപ്പോൾ കല്യാണം കഴിഞ്ഞ് കഴിയുമ്പോൾ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് തീരുമാനിക്കണം, അതല്ലെങ്കിൽ മാതാപിതാക്കൾ ഇപ്പോഴും തീരുമാനിക്കണം, അല്ലെങ്കിൽ ഓഫീസിൻ്റെ ജൂനിയർ ആയിട്ടുള്ള ആൾ സീനിയർ ആയിട്ടുള്ള ആളുടെ വാലിഡേഷൻ എപ്പോഴും വേണം. എപ്പോഴും എന്ത് കാര്യത്തിനും പോയി ബോസിനോട് ചോദിക്കുക.
അപ്പോൾ ഇതൊരു ആ പാറ്റേൺ നമ്മൾ എന്തുകൊണ്ട് ഇങ്ങനെ ചിന്തിക്കുന്നു എന്ന് മനസ്സിലാക്കി നാം മുന്നോട്ട് പോകേണ്ട ആവശ്യമാണ്. നിങ്ങൾ ആ പാറ്റേൺ ബ്രേക്ക് ചെയ്യാനുള്ള പ്രോസസ്സ് എന്തൊക്കെയാണ് പ്രധാനമായിട്ടും? ഈ പാറ്റേൺ ബ്രേക്ക് ചെയ്യാനായിട്ട് ഒന്നാമത്തെ കാര്യം, നമുക്കൊരു ക്ലയൻറ്റുമായിട്ട് കുറേ നേരം സംസാരിച്ച് നമുക്ക് ഏകദേശം എന്തുകൊണ്ടാണ് ഇവരുടെ മെയിൻ ആയിട്ടുള്ള പാറ്റേൺസ് ഒക്കെ മനസ്സിലാക്കാൻ സാധിക്കും. പലരുടെയും എന്തുകൊണ്ടാണ് അവർ ഭയക്കുന്നത്, എന്തുകൊണ്ടാണ് അവർ ഗിവപ്പ് ആകുന്നത്, എന്തിനെ ഭയക്കുന്നു, എപ്പോൾ ഭയക്കുന്നു. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ചെറുപ്പത്തിൽ അപ്പൻ വളരെയധികം വഴക്ക് പറഞ്ഞുകൊണ്ടിരുന്ന ഒരാൾ, ഒരു പെൺകുട്ടിയാണെങ്കിൽ കല്യാണം കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ ഭർത്താവിലും ഈ വഴക്ക് വരുന്ന ഒരാളെ കാണും. അപ്പോൾ അത് ആ ഭർത്താവ് നല്ല ഭർത്താവാണെങ്കിലും ഈ ഭർത്താവിൻ്റെ പല കാര്യങ്ങളിലും പെട്ടെന്ന് കണക്ട് ചെയ്യുന്നത് ആ പിതാവിലേക്കായിരിക്കും. ഉദാഹരണം മാത്രമാണ്. അവർക്ക് ഓഫീസിലും ബോസിലും കാണുന്നത് ആ ദുഷ്ടനായിട്ടുള്ള അപ്പനെ ആയിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ ദുഷ്ടനായിട്ടുള്ള ഒരു അധ്യാപകനെ ആയിരിക്കും. അപ്പോൾ പെട്ടെന്ന് ചിന്തിക്കുന്ന ഡേഞ്ചർ കാണുകയാണ്. അങ്ങനെ അപ്പോൾ അവർ അതിനെ കാണുന്നത് ഓക്കെ ഇതിങ്ങനെ വന്നെങ്കിൽ ഇങ്ങനെ സംഭവിക്കാൻ സാധ്യതയാണ്. അപ്പോൾ ഇങ്ങനത്തെ കുറേ നേരം കോൺവെർസേഷനിലൂടെയും കുറച്ച് ടൂൾസിലൂടെ നമ്മൾ ചെയ്ത് മനസ്സിലാക്കും ദർ ആർ മേ ബി ഒരു 5-6 പാറ്റേണുകൾ. കാരണം ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതെല്ലാം ഏതൊക്കെയോ 1-2 പാറ്റേൺസ് തുടർച്ച മാത്രമാണ്. ഒരു ബിസിനസ് പരാജയപ്പെടുന്നാൽ വീണ്ടും പരാജയപ്പെടുന്നുവെങ്കിൽ ഒരു കാരണമാണത്. ഒരു റിലേഷൻഷിപ്പിൽ പരാജയപ്പെടുന്ന 1, 2, 3 പരാജയപ്പെടുന്നുവെങ്കിൽ ഒരു കാരണമാണ്, 1-2 കാരണമാണ്. അതെല്ലാം ഈ ചൈൽഡ്ഹുഡ് ഇൻസെക്യൂരിറ്റീസോ, ഫീലിംഗ് ഓഫ് റിജക്ഷൻ, ഫീലിംഗ് ഓഫ് അബാൻഡൻമെന്റ്, അല്ലെങ്കിൽ സം കൈൻഡ് ഓഫ് അബ്യൂസസ്, ഇതെല്ലാമാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം. അപ്പോൾ ഇത് കണ്ടെത്തി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അവരെ റീഅഫേം ചെയ്യാം. അത് ജേർണലിങ്ങിലൂടെ, അല്ലെങ്കിൽ റീഫ്രേസിങ്ങിലൂടെ, കോഗ്നിറ്റീവ് റീസ്ട്രക്ചറിങ്ങിലൂടെ. നമ്മൾ ഈ വേടൊന്നും നമ്മൾ ആരോടും പറയാറില്ല, പക്ഷേ നമ്മുടെ ഇപ്പോൾ എന്താണോ ചിന്തിക്കുന്ന ചിന്താഗതി നമുക്ക് മാറ്റാനായിട്ട് സാധിക്കണം. അത് ഞാൻ ആദ്യം പറഞ്ഞു, നമ്മൾ കേൾക്കുന്നതിലൂടെ. ഇപ്പോൾ ട്രാൻസാക്ഷൻ അനാലിസിസ് ഒക്കെ പറയുന്ന പോലെ തന്നെ നമ്മൾ കേൾക്കുന്നത് പ്രധാനപ്പെട്ടതാണ്, കാണുന്നത് പ്രധാനപ്പെട്ടതാണ്, ടച്ച് ചെയ്യുന്നത് പ്രധാനപ്പെട്ടതാണ്, മണക്കുന്നത് പ്രധാനപ്പെട്ടതാണ്. ഇതെല്ലാം പല സെൻസിലൂടെ നാം ഇതിനെ റീഇൻഫോഴ്സ് ചെയ്യണം. ഇപ്പോൾ നമ്മളൊരാൾ ഡേഞ്ചർ കാണുന്നുണ്ടെങ്കിൽ ആ ഡേഞ്ചർ ഇല്ല എന്ന് നാം കാണുകയും എഴുതുകയും പറയുകയും ടച്ചിലൂടെ അനുഭവിക്കുകയും ഗന്ധത്തിലൂടെ അനുഭവിക്കുകയും ചെയ്ത് അതിനെ റീഫ്രെയിം ചെയ്യേണ്ടി വരും. അപ്പം അങ്ങനെ നമ്മൾ ഈ പാറ്റേൺ മനസ്സിലാക്കി, അതുകൊണ്ടാണ് നമ്മൾ ഒരുപക്ഷെ ഡെലിവറൻസ് എന്ന് പറയുന്നതാണ്. ഒരാളെ ഫ്ലൈ ചെയ്യിപ്പിക്കുക, ഐഡൻറ്റിറ്റി ഷിഫ്റ്റിൻ്റെ ഭാഗമായിട്ട് ഒരാൾ ഫ്ലൈ ചെയ്യിപ്പിക്കണമെങ്കിൽ ഇത്തരം നെഗറ്റീവായിട്ടുള്ള പാറ്റേണുകൾ മാറ്റിയെടുക്കേണ്ടത് വളരെ ആവശ്യമാണ്. അപ്പം അങ്ങനെ നമ്മൾ കണ്ടുപിടിച്ച ശേഷം ആ പാറ്റേൺ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആൾക്ക് വളരെ അനായാസമായിട്ട് പറന്നു പോകാൻ സാധിക്കും. നമ്മൾ ഈ വീഡിയോയിലൊക്കെ കാണാറുണ്ട്, ഈ കടലിലൊക്കെ പല പക്ഷികളും ചിറകെല്ലാം പിണഞ്ഞുകൂടി കിടക്കുന്ന പക്ഷികൾ, അല്ലെങ്കിൽ ഏതെങ്കിലും വള്ളിയൊക്കെ മുഖത്ത് പറ്റിപ്പോയ മൃഗങ്ങളൊക്കെ കാണാറുണ്ട്. അപ്പോൾ അതിനെ ആരെങ്കിലും വന്ന് സഹായിക്കുക, കത്രിക കൊണ്ട് അത് കട്ട് ചെയ്ത് കഴിയുമ്പോൾ അത് എത്രയോ വേഗത്തിന് ഓടിപ്പോകുന്നത്. ഇതിനെ പല ആളുകളും കെട്ടപ്പെട്ട് കിടക്കുകയാണ്. ഈ പാറ്റേൺ, പഴയ ഐഡൻറ്റിറ്റി, പഴയ മനുഷ്യൻ, പഴയ തോട്ട് പ്രോസസ്സ്, പഴയ മൈൻഡ്, അവരുടെ കുറ്റമല്ല, അവരുടെ ആരും കുറ്റമല്ല. എനിക്കും ഷിജോയ്ക്കും ലോകത്തിലെ എല്ലാവർക്കും ഉള്ള കാര്യമാണ്. ദേ ആർ ട്രാപ്ഡ് അണ്ടർ സം തോട്ട് പ്രോസസ്സ്. നമ്മൾ പൊതുവെ പറയുന്ന ബിലീഫ് സിസ്റ്റം എന്നുള്ളതാണ്. പലപ്പോഴും പല സാധാരണക്കാരായ വീടുകളൊക്കെ പറയുന്നതാണ്, നമുക്കൊന്നും പണക്കാരാകാൻ സാധിക്കില്ല, അതൊക്കെ വലിയ ആൾക്കാർക്കുള്ളതാണ് പണക്കാരാകുക എന്നുള്ളത്. പല ആളുകളും ഇപ്പോഴും ചിന്തിക്കുന്നത് അങ്ങനെ തന്നെയാണ്. പണം ഉണ്ടാക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. കുറേ ആളുകൾ പറയും രാഷ്ട്രീയക്കാർ അഴിമതിക്കാരാണ്. അങ്ങനെ വിശ്വാസമുള്ള ആളുകളുണ്ട്. എല്ലാ രാഷ്ട്രീയക്കാരും കള്ളന്മാരാണ്, അല്ലെങ്കിൽ മോഷ്ടാക്കളാണ്, അതിക്രമം ചെയ്യുന്ന ആൾക്കാരാണ്, അങ്ങനെ വിശ്വസിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇങ്ങനെ ധാരാളം ചിന്തകൾ. അതല്ലെങ്കിൽ ഏറ്റവും സേഫ് ജോലിയാണ്, ഗവൺമെൻറ് ജോലിയാണ്, ഗവൺമെൻറ് ജോലിയുടെ ജീവിതം സെക്യൂരിറ്റി ആയി, ഇത് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. ഇത് ശരിയോ തെറ്റോ എന്തെങ്കിലും ആകട്ടെ, പക്ഷേ ഈ ചിന്താഗതികൾ നമ്മെ അങ്ങനെ തീരുമാനങ്ങളിലേക്ക് മാത്രമേ നടത്തുകയുള്ളൂ. ഇപ്പോൾ ഗവൺമെൻറ് ജോലി സെക്യൂരിറ്റി എന്ന് വിചാരിക്കുന്ന ആൾ ആര് പറഞ്ഞാലും നമുക്ക് മാറ്റാൻ സാധിക്കില്ല. ഇപ്പോൾ പല സ്ഥലങ്ങളിലും ഈ ചില ടീച്ചേഴ്സ് പറയാറുണ്ട്, ഈ പിള്ളേരെ ഞങ്ങൾക്ക് മാറ്റാൻ സാധിക്കുന്നില്ല. കാരണം അവരുടെ ചിലർ പഠിക്കാൻ വരുന്നത്, ചിലർ കല്യാണ മാർക്കറ്റിൽ വാല്യൂ കിട്ടാൻ വേണ്ടി വരുന്നവരുണ്ട്. ചിലർക്ക് ഒക്കെ കല്യാണം കഴിഞ്ഞ് ഡിഗ്രി കിട്ടിയാൽ മതി എന്നുള്ളവരുണ്ട്, അല്ല പഠിച്ചു കഴിഞ്ഞ് ഡിഗ്രി കിട്ടിയാൽ മതി എന്നുള്ളവരുണ്ട്. അപ്പോൾ ഇതെല്ലാം ബിലീഫ് സിസ്റ്റമാണ്. ഇത് മാറ്റേണ്ടത് വളരെ ആവശ്യമാണ്. ഇത് മാറ്റിയാൽ മാത്രമേ നമുക്ക് ഈ ഡെലിവറൻസ്, വിടുതൽ കിട്ടുകയുള്ളൂ. എന്നാൽ മാത്രമേ മുന്നോട്ട് പറക്കാൻ സാധിക്കുള്ളൂ. ഇതിനെ നമ്മൾ പറയുന്നത് റൂട്ട്സ് ആൻഡ് വിങ്സ് എന്ന് പറയും. റൂട്ട്സ് ആൻഡ് വിങ്സ്, ചിറകൊണ്ട് നമുക്ക് പറക്കാൻ സാധിക്കും. പക്ഷെ പറക്കണമെങ്കിൽ റൂട്ടും അധികം ആഴത്തിലാണ്. ഇതൊരു ബയോസ്ഫിയർ 2 എന്നൊരു എക്സ്പെരിമെൻറ്റ് നടത്തിയിട്ടുണ്ട്. ആ ബയോസ്ഫിയർ എക്സ്പെരിമെൻറ്റിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് കുറേ വൃക്ഷങ്ങൾ നട്ടുപിടിപ്പിച്ചു. അത് വളർന്ന് നല്ല പന്തലിച്ചു. പക്ഷേ കാറ്റ് വന്നപ്പോൾ ഈ വൃക്ഷങ്ങളെല്ലാം നന്നായി വളം ചെയ്തുവെങ്കിലും, നന്നായി അതിനെ പരിപോഷിപ്പിച്ചെങ്കിലും ഈ വൃക്ഷങ്ങളെല്ലാം നിലംപൊത്തി വീഴുകയാണ്. അപ്പോൾ ഇവർ ആ എക്സ്പെരിമെൻറ്റ് മനസ്സിലാക്കിയത് ഇതിൻ്റെ ആഴത്തിലേക്ക് വേരുകൾ പോകാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല.
അപ്പോൾ ഇത് നമ്മൾ വളരെ എക്സാമ്പിൾ പറയുന്നത് ചൈനീസ് ബാമ്പു ഏകദേശം 8 മാസം, കറക്റ്റ് എനിക്കറിയത്തില്ല, 8 മാസം അത് വളരില്ല, ചെറുതായി തന്നെ ഇരിക്കും. പക്ഷെ 8 മാസം കഴിയുമ്പോൾ വളരെ വേഗത്തിൽ അത് വളരും. എല്ലാ ദിവസവും നമുക്ക് നോക്കി വളരുന്നത് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ആദ്യത്തെ മാസങ്ങൾ അതിൻ്റെ പ്രോസസ് എന്ന് പറയുന്നത് ആ റൂട്ടിലേക്ക് പോകുക എന്നുള്ളതാണ്. ആ റൂട്ടിന് എത്രമാത്രം ആഴത്തിലേക്ക് പോയിക്കൊണ്ട് അതിനെ സ്ട്രെങ്ത് ആക്കാൻ സാധിക്കുക എന്നുള്ളതാണ് ഈ ചൈനീസ് ബാമ്പുവിൻ്റെ അല്ലെങ്കിൽ ബാമ്പുവിൻ്റെ പൊതുവായിട്ടുള്ള സിദ്ധാന്തം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് അതുകൊണ്ടാണ് ഈ ബാമ്പു എന്ന് പറയുന്നത് വലിയ കാറ്റ് വന്നാലും വലിയ പേമാരി വന്നാലും അതൊന്നും സംഭവിക്കില്ല എന്ന് വെച്ചാൽ ഈ വലിയ കാറ്റ് വരുമ്പോൾ അത് പതിയെ താഴ്ന്നു കൊടുക്കും. അതേസമയം വലിയ മരങ്ങളൊക്കെ കടുവഴുകി വീഴും, ഒടിഞ്ഞു വീഴും. ഇതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. വലിയ കൊടുങ്കാറ്റുകൾ ജീവിതത്തിൽ വരുമ്പോൾ, വലിയ പ്രശ്നങ്ങൾ വരുമ്പോൾ ഒരു ബാമ്പുവിനെ പോലെ ഒന്ന് താഴ്ന്നു കൊടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഫ്ലെക്സിബിലിറ്റി, അതാണ് ഇമോഷൻസ് എന്ന് പറയുന്നത്. ഇമോഷൻസിൻ്റെ ടർബുലൻസ്, ടൊർണാഡോ നമ്മുടെ ജീവിതത്തിലേക്ക് ആഞ്ഞടിക്കുമ്പോൾ ഒന്നുകിൽ നമുക്ക് ഒടിഞ്ഞു പോകാം, അതല്ലെങ്കിൽ അത് ഒന്ന് കടന്നു പോകാനായി നമുക്കൊന്ന് ശാന്തമായി ഒന്ന് താഴ്ന്നു കൊടുക്കാം. അത് പോയി കഴിയുമ്പോൾ വീണ്ടും നമുക്ക് പഴയൊരു മനുഷ്യനായിട്ട്, പഴയ വ്യക്തിയായിട്ട് തിരിച്ചു വരാൻ സാധിക്കും. ഞാനിതിന് ഉദാഹരണം എപ്പോഴും പറയുന്നത് ഒരു ഗ്ലാസ്സിലെ വെള്ളം പോലെയാണ്. ഒരു ഗ്ലാസ്സിൽ പാത്രത്തിൽ കുറേ ചെളി ഉണ്ടെന്ന് വിചാരിക്കുക. അത് ഇളച്ചിക്കൊണ്ടിരുന്നാൽ എപ്പോഴും അത് ചെളിയായിട്ടായിരിക്കും. പക്ഷേ അതിനെ ശാന്തമായി ഒന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര വലിയ ചെളിയാണെങ്കിലും അത് താഴെ സെറ്റിലാവും. പക്ഷെ പലപ്പോഴും സംഭവിക്കുന്ന എന്താണ്, നമ്മളെപ്പോഴും ടർബുലൻ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്, എപ്പോഴും ഇളകി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒന്ന് ശാന്തമാകാൻ, ഒന്ന് പോസ് ചെയ്യാൻ, ഒന്ന് സൈലൻ്റ് ആകാൻ നമുക്ക് പലപ്പോഴും സാധിക്കുന്നില്ല. അപ്പോൾ ഈ ഒരു പ്രോസസ്സിലൂടെ കടന്നു പോയാൽ മാത്രമേ നമ്മുടെ ലൈഫിലുള്ള ഇംപ്യൂരിറ്റീസ്, അല്ലെങ്കിൽ ചൈൽഡ്ഹുഡ് ട്രോമ, അല്ലെങ്കിൽ ഈ പറയുന്ന ഭയം, ബിലീഫ് സിസ്റ്റം, ഇതിനെല്ലാം ഏറ്റവും അടിയിലേക്ക് സെഡിമെൻറ്റ് ചെയ്ത് അതിനെ കട്ട് ചെയ്ത് കളയുമ്പോഴാണ് നമുക്ക് മാറ്റം ഉണ്ടാകുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഈ വേരുകൾ എത്രമാത്രം ആഴത്തിലേക്ക് കൊണ്ടുപോകണം. ഇപ്പോൾ നെഗറ്റീവായിട്ടുള്ള വികാരങ്ങളാണെങ്കിൽ ആ നെഗറ്റീവ് വികാരങ്ങൾ വളരെയധികം സ്പ്രെഡായി നമ്മുടെ ചിന്തകളിലും വികാരങ്ങളിലും പ്രവർത്തനങ്ങളിലും റിലേഷൻഷിപ്പിലും എല്ലാം സ്പ്രെഡായി കിടക്കുകയാണ്. അതിനെ കട്ട് ചെയ്ത് മാറ്റേണ്ടത്, അല്ലെങ്കിൽ പുതിയ വേരുകൾ സൃഷ്ടിക്കേണ്ടത് വളരെ ശ്രമകരമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അവിടെയാണ് ഇത് കണ്ടെത്തുക. നമുക്കറിയാം ക്യാൻസർ എന്ന് പറയുന്നത് എല്ലാവരുടെ ശരീരത്തിൽ ക്യാൻസർ സെൽസ് ഉണ്ട്. അത് മ്യൂട്ടേറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അത് എത്രയും നേരത്തെ കണ്ടെത്തിയാൽ നമുക്കതിനെ വിച്ഛേദിച്ച് കളഞ്ഞുകൊണ്ട് പുതിയ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. പക്ഷെ കണ്ടെത്തിയില്ലെങ്കിൽ അത് പടർന്ന് നമ്മൾ ഇല്ലാതാക്കിയ നിമിഷം തിരിച്ചറിയും, ഇനി ചികിത്സിക്കാൻ കഴിയുന്നില്ല, ഇനിയും മാറ്റാൻ കഴിയുന്നില്ല എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എപ്പോഴും പറയും, നിങ്ങൾ വിജയിക്കുന്നില്ല എങ്കിൽ, പരാജയപ്പെട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ, നിങ്ങൾ തളർന്നിരിക്കുകയാണെങ്കിൽ നിങ്ങൾ ഇനിയും അങ്ങനെ തുടരരുത്. നിങ്ങൾ തുടർന്നാൽ നിങ്ങൾ ഒരിക്കലും അത് ഇല്ലായ്മ ചെയ്യും. ഞാനിത് പലപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, നമ്മൾ വിചാരിക്കും നമ്മുടെ ജീവിതത്തിൽ വലിയൊരു പ്രശ്നം വന്നാൽ നമ്മെ ആളുകൾ സഹായിക്കും. പക്ഷെ ഒരിക്കലും നമ്മെ ആർക്കും സഹായിക്കാൻ സാധിക്കില്ല. നിങ്ങൾക്ക് എത്ര പണമുണ്ടെങ്കിലും, എത്ര ബന്ധമുണ്ടെങ്കിലും, എത്ര റിസോഴ്സ് ഉണ്ടെങ്കിലും നിങ്ങളെ സഹായിക്കാൻ കഴിയാത്ത നിമിഷം നിങ്ങൾ വരും. നിങ്ങൾ നിസ്സഹായരായി 2 കൈ മലർത്തി എന്നെ ആരും സഹായിക്കാനില്ലല്ലോ എന്ന് ഓർത്ത് കരയുന്ന ദിവസം തീർച്ചയായും എല്ലാവർക്കും ജീവിതത്തിൽ പല പ്രാവശ്യം വന്നിരിക്കും. അത് 100% ഉറപ്പാണ്. പക്ഷേ നാം അവിടെ ചിന്തിക്കേണ്ട കാര്യം, ഒരു മുളയെപ്പോലെ ആ പ്രശ്നത്തിൻ്റെ സമയത്ത് താഴ്ന്നു കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള സെൽഫ് കേപ്പബിലിറ്റി ഉണ്ടാക്കുന്നുണ്ട്. അതല്ലെങ്കിൽ എല്ലാം കലങ്ങിയിരിക്കുമ്പോഴും ഒന്ന് വിശ്രമിച്ചുകൊണ്ട്, ഒന്ന് താഴ്ന്നുകൊണ്ട് ഈ കല്ലും മണലും അഴുക്കുമെല്ലാം സെഡിമെൻറ്റ് ചെയ്യാൻ നമുക്ക് സഹായിക്കുന്നുണ്ട്. ഇത് ഞാൻ പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളത് പ്രിപ്പയർ ആകുക എന്നുള്ളതാണ്. ഒരിക്കലും ഈ വലിയ പ്രശ്നങ്ങൾ വരുന്നവരെ കാത്തിരിക്കരുത്. എൻ്റെ അടുത്ത് കോച്ചിങ് വരുന്ന ആളുകളൊക്കെ ഞാൻ പറയാറുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെയൊക്കെ പോകാം, പക്ഷെ ഒരു നാൾ വരും, അന്ന് നിങ്ങൾ സഹായിക്കാൻ ആരുണ്ടാകുകയില്ല. ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോഴത്തെ ബിസിനസ്സുകളെല്ലാം വളരെയധികം ഡിസ്റപ്റ്റഡ് ആണ്. എംപ്ലോയ്മെൻ്റ് എന്ന് പറയുന്നത് വളരെ ഡിസ്റപ്റ്റഡ് ആണ്. ഇന്ന് വഴി നമുക്ക് ജോലി നഷ്ടപ്പെടാം, ബിസിനസ് തകരാറിലാകാം, അല്ലെങ്കിൽ ആളുകൾ കസ്റ്റമേഴ്സിൻ്റെ പ്രിഫറൻസസ് മാറാം, ടെക്നോളജി പുതിയത് വരാം. നിങ്ങൾ അതിനുവേണ്ടി കാത്തിരിക്കരുത്. ഇപ്പോഴേ നിങ്ങൾ ബിൽഡ് ചെയ്യുക. ഒരു 50 വയസ്സായിട്ട് തിരിഞ്ഞു നോക്കിയിട്ട് ഞാൻ ആയില്ലല്ലോ എന്ന് വിഷമിക്കുന്നതൊക്കെ എന്തുകൊണ്ട് നല്ലത്, ഇപ്പോഴേ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക. ഞാൻ ആദ്യം പറഞ്ഞു, ഞാൻ എഴുതിയ പുസ്തകങ്ങളും ഞാൻ എഴുതിയ പോഡ്കാസ്റ്റും അല്ലെങ്കിൽ ഞാൻ പഠിച്ചതെല്ലാം എനിക്കറിയാം ഇത് നാളെ ഒരു പ്രശ്നം വരുമ്പോൾ എന്നെ സഹായിക്കാൻ വേണ്ടിയാണ്. അല്ലാതെ പ്രശ്നം വരട്ടെ എന്നിട്ട് ഞാൻ പ്രിപ്പയർ ചെയ്യാമെന്ന് വിചാരിക്കുന്നത് അതിന് വലിയ മണ്ടത്തമൊന്നും ജീവിതത്തിൽ. ഒരു ഹൈപ്പർഫർ എപ്പോഴും ചിന്തിക്കേണ്ടതാണ്, ഒരു ഡേഞ്ചർ വരും. ഇപ്പോൾ അനീക്ക എന്ന് പറയുന്നത് മാർക്കസ് ഓറിയലിയസിൻ്റെ വലിയ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ്, വലിയ പ്രധാനപ്പെട്ട ഒരു തോട്ടാണ് അനീക്ക എന്നുള്ള കോൺസെപ്റ്റ്. ജീവിതത്തിൽ വലിയ പ്രശ്നം വരും. ഇപ്പോൾ സ്റ്റോയിക് പ്രിൻസിപ്പളിൻ്റെ അടിസ്ഥാന പില്ലർ എന്ന് പറയുന്നത്, ഏത് പ്രശ്നത്തിൻ്റെ സമയത്ത് നമുക്ക്
എങ്ങനെ സർവൈവ് ചെയ്യാൻ സാധിക്കും, എങ്ങനെ നമുക്ക് എൻഡ്യൂറൻസോടെ മുന്നോട്ട് പോകാൻ സാധിക്കും. അപ്പോൾ നമ്മളത് എക്സ്പെക്റ്റ് ചെയ്യണം. എല്ലാ പ്രശ്നം വന്നു കഴിയുമ്പോൾ എനിക്ക് സഹായിച്ചിട്ടില്ലോ എന്ന് വിചാരിച്ച് കൈ മലർത്തുമ്പോൾ സംഭവിക്കുന്നത് നമ്മെ സഹായിക്കുന്ന ആൾക്കാർക്ക് സഹായിക്കുന്ന ആഗ്രഹമില്ലാത്തതുകൊണ്ടല്ല. ആൾക്കാർക്ക് സഹായിക്കാൻ ആഗ്രഹമുണ്ട്, അവർക്ക് തയ്യാറ്. പക്ഷേ നമ്മൾ വിചാരിക്കും ലോകത്ത് എല്ലാവരും സന്തോഷത്തോടെ ജീവിക്കുന്നത് പലരും. പക്ഷേ അവർക്ക് അവരുടെ പ്രശ്നങ്ങൾ നിങ്ങളെക്കാൾ വലുതാണ്. അതെ, ഞാൻ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെക്കാൾ വലുതാണ് അവരുടെ പ്രശ്നം. അതിനിടയിൽ നിങ്ങൾക്ക് അവരെ സഹായിക്കാൻ സാധിക്കില്ല. പലപ്പോഴും ആളുകൾ ഈ വിശ്വാസം ഉണ്ടാകുന്നത് സ്കൂളിലും കോളേജിലൊക്കെ പഠിക്കുമ്പോൾ എൻ്റെ ഫ്രണ്ട് ചങ്കാണ്, എന്നെ സഹായിക്കും, എന്നോട് ബന്ധനം ഉണ്ടാവും. പക്ഷേ വൺസ് അവർ ജോലി കിട്ടി കഴിഞ്ഞാൽ അവർ അവരുടേതായ ജീവിതത്തിലേക്ക് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. ഒരു കുടുംബം വന്നു കഴിഞ്ഞാൽ പിന്നെ മൊത്തമായി സെപ്പറേറ്റഡ് ആണ്. ഒന്ന് വിളിച്ചപ്പോൾ എടുക്കാനായിട്ട് പലർക്കും സാധിക്കില്ല. കാരണം അവരുടെ മക്കൾ, അവരുടെ മാതാപിതാക്കൾ, അവരുടെ സാമ്പത്തികം, അവരുടെ റിലേറ്റീവ്സ്, അയൽവക്കക്കാർ, സുഹൃത്തുക്കൾ, ജോലിസ്ഥലം, ബോസ്, എല്ലാ പ്രശ്നവും നടുവിലാണ് മനുഷ്യൻ. നമ്മളെപ്പോഴും ഒരിക്കലും അതുകൊണ്ട് തന്നെ ഒരാൾ സഹായിച്ചില്ലെങ്കിൽ നമ്മൾ അവരുടെ വൈരാഗ്യം വെക്കേണ്ട യാതൊരു ആവശ്യമില്ല. എന്നെ സഹായിച്ചില്ലോ എന്ന് ഞാൻ ഒരു പ്രശ്നം വന്നപ്പോൾ അതിനെ വിളിച്ചില്ല, തിരിഞ്ഞു നോക്കിയില്ല, നമ്മളങ്ങനെ വിചാരിക്കേണ്ട ആവശ്യം. കാരണം അവർ കടന്നു പോകുന്ന അതിലും വലിയ കാര്യങ്ങളാണ്. അപ്പോൾ ഇതിനകത്ത് നമ്മുടെ ഈ ഹൈ പെർഫോമൻസിന് വേറൊരു പ്രിൻസിപ്പിളാണ് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഒരു ഹൈ പെർഫോമർ എപ്പോഴും ചിന്തിക്കേണ്ടത് ഏറ്റവും ബെസ്റ്റ് റിലേഷൻഷിപ്സ് ഓഫീസിൽ, സൊസൈറ്റിയിൽ, ഫാമിലി ഉണ്ടാക്കാമെന്നുള്ളതാണ്. എൻ്റെ 15 പുസ്തകങ്ങളെക്കുറിച്ച് നിങ്ങൾക്കറിയാം. ഹാബിറ്റ് ബിൽഡർ, മനസ്സിൻ്റെ യജമാനാകാം, ശാന്തിയുടെ താക്കോൽ, ലോ ഓഫ് അട്രാക്ഷൻ, ടൈം മാസ്റ്ററി ബ്ലൂ പ്രിന്റ്, ഫൗണ്ടേഴ്സ് ഗൈഡ്. ഓരോന്നും ഓരോ മേഖലയിലെ അറിവുകളാണ്. പക്ഷേ നിങ്ങളൊരു സത്യം മനസ്സിലാക്കണം. എൻ്റെ ഈ പുസ്തകങ്ങളെല്ലാം നിങ്ങൾക്ക് അറിവ് നൽകുന്നു. എന്നാൽ ഈ അറിവുകൾ നിങ്ങളുടെ ദിവസേനയുള്ള ജീവിതത്തിൽ റിസൾട്ടാക്കി മാറ്റാൻ കഴിയുന്നില്ലെങ്കിൽ എന്താണ് പ്രയോജനം? നിങ്ങൾ ശീലങ്ങളെക്കുറിച്ച് പഠിച്ചു, സമയത്തെക്കുറിച്ച് പഠിച്ചു, മാനസിക ശക്തിയെക്കുറിച്ച് പഠിച്ചു, ബിസിനസ് തന്ത്രങ്ങളെക്കുറിച്ച് പഠിച്ചു. പക്ഷേ ഇതെല്ലാം ഒരുമിപ്പിച്ച് ദിവസവും ഓട്ടോമേഷൻ പോലെ പ്രവർത്തിക്കാൻ ഒരു മൈക്രോ സിസ്റ്റം വേണം. അതാണ് എൻ്റെ മൈക്രോ അസൻ മെത്തേഡ്. എൻ്റെ കൺസൾട്ടേഷനുകളും കോഴ്സുകളും എൻ്റെ എല്ലാ പുസ്തകങ്ങളെയും അറിവുകളും ഒരുമിപ്പിച്ച് നിങ്ങളെ ആക്ഷൻ ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന ഈ മൈക്രോ അസൻ മെത്തേഡ് ഇന്ന് തന്നെ നിങ്ങൾ കൈപ്പറ്റുക. ഇതാണ് അറിവിനെ റിസൾട്ടാക്കി മാറ്റാനുള്ള ഏക വഴി. നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ 100% റിസൾട്ടാക്കി മാറ്റാൻ ഇപ്പോൾ തന്നെ താഴെ കാണുന്ന ലിങ്കിൽ ബുക്ക് ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്.